കഷ്ടതകളിൽ സഹിക്കാൻ ഒരു ആത്മീയ ശക്തിയാണ് കുരിശിന്റെ വഴി. കഷ്ടതകളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, കഷ്ടതകളല്ലേ ഉള്ളൂ. ഈ കഷ്ടതകള് ഇത് സഹിക്കാൻ, ഇതിനൊന്ന് കൈകാര്യം ചെയ്യണമല്ലോ, ഇതിനെ സഹിക്കാനുള്ള ആത്മീയ ശക്തി, സ്പിരിച്വൽ പവറാണ് കുരിശിന്റെ വഴി എന്ന പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ സഹിക്കുന്നവര് വന്ന് ഈ കുരിശിൽ തൂങ്ങപ്പെട്ട ഈശോയെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുരിശിലെ ഈശോ നമ്മളോട് സംസാരിക്കും. ഈ പോട്ട ആശ്രമത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ടുണ്ട്. കുരിശിലെ ഈശോയെ ധ്യാനിക്കുന്നതനുസരിച്ച് നമ്മുടെ മുമ്പിലേക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ, ഈ പരിശുദ്ധ അൾത്താരയിൽ ഇവിടെയുള്ള ഈ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് എത്ര ആയിരക്കണക്കിന് മനുഷ്യരല്ലേ അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളത്. ഈ കുരിശ് സംസാരിച്ചതിനെ കുറിച്ചൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിന്റെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ഈ കുരിശ് നിന്നെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. കണ്ടോ, പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുക. പൗലോസ്ലീഹ എന്തിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്? ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, കുരിശിന്റെ വചനം ഭോഷത്വമാണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക്, പക്ഷേ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ശക്തി എത്രേ, അതെന്ത് ശക്തിയാണ്? വചനം പഠിപ്പിക്കുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.